ആക്ഷൻ ഹീറോ ബിജു 2 എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ഏപ്രിൽ ആണ് ഷൂട്ട് ആരംഭിച്ചത്. അതിനു മുൻപ് ഈ സിനിമയുടെ റൈറ്റ്സ് ഉണ്ടായിരുന്നത് എബ്രിച്ചൈൻ പ്രൊഡക്ഷൻസിന്റെ പേരിലായിരുന്നു. ചേംബറിൽ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്തത് എബ്രിച്ചൈൻ പ്രൊഡക്ഷൻസിന്റെ പേരിലായിരുന്നു. പിന്നെ ഷൂട്ടിന് പണം മുടക്കേണ്ടതുകൊണ്ട് അതിന്റെ റൈറ്റ്സ് എന്റെ ഉടമസ്ഥയിലുള്ള ഇന്ത്യൻ മൂവി മേക്കേഴ്സിലേക്ക് മാറ്റുകയാണുണ്ടായത്. അതിനുശേഷം ഇതിന്റെ ഷൂട്ടിനും മറ്റു കാര്യങ്ങൾക്ക് ഞാനാണ് പൈസ മുടക്കി കൊടുക്കുന്നത്. പക്ഷേ ഒരു 11 ദിവസം ഷൂട്ടായപ്പോൾ തന്നെ ഇതിന്റെ ബഡ്ജറ്റിന്റെ പേരിലുള്ള ഭീമമായ ബഡ്ജറ്റ് ഉണ്ടാവുകയും അതിന്റെ പേരിൽ സംവിധാനമായി തർക്കം ഉണ്ടാവുകയും അദ്ദേഹം സ്ക്രിപ്റ്റിൽ കുറച്ച് മാറ്റം വരുത്താനുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഷൂട്ട് നിർത്തുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് ബാക്കപ്പ് പറയുണ്ടായത് 11ാം ദിവസം. അതിനെ തുടർന്ന് സംവിധാനവുമായിട്ട് പിന്നെ തർക്കങ്ങളായി. പിന്നീട് ഞാൻ അറിയുന്നത് എന്റെ പേരിലിരുന്ന ഈ സിനിമ അതിന്റെ വിദേശ വിതരണാവകാശം എനിക്ക് ഇതിന്റെ റൈറ്റ്സ് ഉണ്ടെന്നുള്ളത് മറച്ചു വെച്ചിട്ട് ചെന്നൈയിലുള്ള ദുബായ് ആസ്ഥാനമായിട്ട് ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി AP ഇന്റർനാഷണൽ എന്നാണ് കമ്പനിയുടെ ചെന്നൈയിലെ കമ്പനിയുടെ പേര്. സഞ്ജയ് വാദവ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ള ഒരു വിതരണ കമ്പനിക്ക് 5 കോടി രൂപയ്ക്ക് ഇവർ കൊടുക്കാനുണ്ടായത്. ഈ വിവരം എന്നെ അറിയിച്ചുമില്ല. ഞാനിതിന്റെ പാർട്ട്ണറാണെന്നുള്ള പ്രൊഡ്യൂസറാണെന്നുള്ള വിവരം അദ്ദേഹത്തെ അറിയിച്ചു. ശരി, ഷംനാസ്, ഇപ്പോൾ അങ്ങും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നിവിൻ പോളിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രതികരണം, അതായത് കോടതി നിർദ്ദേശങ്ങളെ ബഹുമാനിക്കാതെയും മധ്യസ്ഥതയെക്കുറിച്ചുള്ള കാര്യം ഒളിപ്പിച്ചും വസ്തുതകളെ വളച്ചൊടിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഈ ഒരു കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് നിവിന്റെ ഈ ഒരു പ്രസ്താവനയോട് അങ്ങ് പ്രതികരിക്കുന്നത്? ശുദ്ധ കളവാണ്. കാരണം ഇതിന്റെ പേരിൽ കഴിഞ്ഞ 1 വർഷമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. 1 വർഷമായിട്ട് എന്നോട് ഇതിന്റെ പണം തന്ന് എന്നെ ഒഴിവാക്കാം, കാരണം സംവിധായകന് ഞാനുമായി തുടർന്ന് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഇതിന്റെ നിർമ്മാണ ഉത്തരവാദിത്വം ഇതിന് ഏറ്റെടുക്കും. കാരണം ഇതിന് ഈ വിതരണാവകാശം കൊടുത്തു എന്ന വിവരം ഞാൻ അറിഞ്ഞ് ഞാനത് ചോദ്യം ചെയ്തതിനു ശേഷമാണ് എന്നോട് ഇത് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ ചെലവാക്കിയ പണം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്മാറാൻ തയ്യാറാണെന്ന് പറയുകയും അതിന്റെ മുഴുവൻ രേഖകളും, അതായത് ചെലവാക്കിയതിന്റെ മുഴുവൻ രേഖകളും നിവിന്റെ ഓഫീസിൽ എത്തിക്കാൻ ആവശ്യപ്പെട്ടു. ഈ പടത്തിന്റെ ഫിനാൻസ് കൺട്രോളർ മുഖേന മുഴുവൻ ഡീറ്റെയിൽസും അവർ ഓഫീസിൽ എത്തിച്ചു. അതിനുശേഷം പലതവണ എന്നെ വിദേശത്ത് നിന്ന് വിളിച്ചു വരുത്തി ഇതിന്റെ കാര്യങ്ങൾ സംസാരിച്ച് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ അപ്പോഴൊന്നും ഒരു തീരുമാനം ഉണ്ടായില്ല. കഴിഞ്ഞ മെയ് 30-ാം തീയതി ഞാൻ വീണ്ടും വന്നതിന് ശേഷം അവരുടെ ഓഫീസിൽ പോയപ്പോൾ പറഞ്ഞ് 31-ാം തീയതി വരാൻ പറഞ്ഞു 4 മണിക്ക്. 31-ാം തീയതി 4 മണിക്ക് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇവര് എനിക്കെതിരെ കമ്മീഷൻ ഓഫീസിൽ ഒരു പരാതി കൊടുക്കാനുണ്ടായിരുന്നു. ഞാൻ ഒരു ഓഫീസിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു പരാതി കൊടുക്കുകയും പിന്നെ കമ്മീഷൻ ഓഫീസിലേക്ക് എന്നെ വിളിപ്പിക്കുകയും അവിടെ വെച്ചിട്ട് നിവിന്റെ മാനേജർ വരികയും ഈ പ്രശ്നത്തിന് അവരൊരു മീഡിയേറ്റർ മുഖേന ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്ത് പിരിഞ്ഞു പോകാനുണ്ടായത്. പക്ഷെ പിന്നീട് സംഭവിച്ചത് നിവിന്റെ വൈഫിന്റെ പേരിൽ എനിക്കെതിരെ അവരുടെ ഓഫീസിൽ കയറരുതെന്ന് പറഞ്ഞത് ഇഞ്ചക്ഷൻ സൂട്ട് ഫയൽ ചെയ്യാനുണ്ടായത്. അതാണ് 1ാമത്തെ സിവിൽ കേസ് എന്ന് പറയുന്നത്. പിന്നീടുള്ള ഒരു സിവിൽ കേസ് എന്ന് പറയുന്നത് മഹാവീർ സിനിമയ്ക്ക് ശേഷം ഞാനും നിവിനും ഷൈനും കൂടി ചേർന്നുണ്ടാക്കിയ എഗ്രിമെന്റ് വിവരങ്ങൾ പുറത്തു പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഇഞ്ചക്ഷൻ സൂട്ട് ഫയൽ ചെയ്യുന്നത്. അത് ഞാൻ ഈ കൊടുത്ത കേസുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ കൊടുത്തിരിക്കുന്ന കേസ് എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഞാൻ പണം മുടക്കിയ ഒരു സിനിമ ഞാൻ അറിയാതെ അതിന്റെ വിദേശ വിതരണ അവകാശം മറച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇത് തൽക്കാലം ഈ കേസിന്റെ നിന്നും മാധ്യമങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നിന്നും അവർക്ക് മറുപടി ഒന്നും പറയാൻ പറ്റാത്തത് കൊണ്ടിട്ട് തൽക്കാലം പറയുന്ന ഒരു മറുപടി മാത്രമായിട്ട് കാണാൻ കഴിയുള്ളൂ. ഷംനാസ്, ഈ കാര്യം അല്ലെങ്കിൽ ഈ ഒരു പരാതി ഈ സംഘടനകളിലൊക്കെ ഉന്നയിച്ചിട്ടുണ്ടോ? ഇല്ല, സംഘടനകൾ ഉന്നയിക്കാനുള്ള ഒരു സാവകാശം കിട്ടിയിരുന്നില്ല. കാരണം ഇവരിത് പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും നീട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായത്. അപ്പൊ എനിക്കെതിരെ കമ്മീഷൻ ഓഫീസിൽ ഇവർ കംപ്ലൈന്റ് കൊടുത്തത് കൊണ്ടിട്ടാണ് ഞാൻ പോലീസിൽ പരാതിപ്പെടാൻ നിർബന്ധിതനായത്. ഷംനാസ്, ഇനി മുന്നോട്ട് എങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഇങ്ങനെ ഒരു അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള ഒരു പേരിലാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇനി പ്രതികരിക്കാൻ ഉദ്ദേശിക്കുന്നത് വരും ദിവസങ്ങളിലൊക്കെ? തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ എന്റെ അഡ്വക്കേറ്റ് ഉണ്ട്, അഡ്വക്കേറ്റ് ശ്രീരാം സോമനാണ് കേസ് നോക്കുന്നത്. അദ്ദേഹമായിട്ട് ആലോചിച്ചിട്ട് മുൻപോട്ട് ഇതുമായി തീർച്ചയായിട്ടും നിയമ നടപടികളുമായിട്ട് മുന്നോട്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.